ഏതൊക്കെ ടൈപ്പ് ഓഫ് ബേർഡ്സിനെയാണ് നമ്മൾ കണ്ടത്? പറഞ്ഞേ, എല്ലാവരുടെയും മൈക്ക് ഓൺ ആണല്ലോ. പറഞ്ഞേ, അറിയാവുന്നവരൊക്കെ പറഞ്ഞേ. Water birds, ഓക്കെ, വെയിറ്റ്, ഇനി ഞാൻ ചോദിക്കല്ല. എന്താണ് ബേർഡ്സ് ദാറ്റ് ലീവ്സ് ഓൺ ട്രീസ്, ബേർഡ്സ് ദാറ്റ് ലീവ്സ് ഓൺ വാട്ടർ ആൻഡ് ബേർഡ്സ് ദാറ്റ് ലീവ്സ് ഓൺ ലാൻഡ് അല്ലേ? ലാൻഡിലുള്ള ബേർഡ്സിന്റെ പ്രത്യേകത എന്താണ് ഞാൻ പറഞ്ഞത്? ലാൻഡിലുള്ള ബേർഡ്സിന്റെ they cannot fly. അതാണ് അവരുടെ പ്രത്യേകത അല്ലെ? ലാൻഡിൽ താമസിക്കുന്ന ബേർഡ്സിന് അവരുടെ ബോഡി വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് എന്താണ്, അവർക്ക് ഫ്ലൈ ചെയ്യാൻ സാധിക്കില്ല. തേജസ്വരൂപ് തേജസ്വരൂപ് മൈക്ക് മ്യൂട്ട് ചെയ്യൂ. യെസ്, ലാൻഡിൽ താമസിക്കുന്ന ബേർഡ്സിന് അവർക്ക് പറക്കാനുള്ള കഴിവില്ല. ബിക്കോസ് ദേ ഹാവ്. തേജസ്വരൂപ് എന്തിനാണ് മോനെ അൺമ്യൂട്ട് ചെയ്യുന്നത്? തേജസ്വരൂപ് എന്തിനാണ് അൺമ്യൂട്ട് ചെയ്യുന്നത്? നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കൈയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടോണ്ടിരിക്കും. എന്തിനാണ് പിന്നെ ഫോണിലും ലാപ്ടോപ്പിലാണെങ്കിലും ഒക്കെ തൊടുന്നത് കൈകൊണ്ട്? കളിക്കുന്ന സാധനമൊക്കെ എടുത്തിട്ടായിരിക്കുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞത്. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോ ഇങ്ങനെയാണോ നിങ്ങൾ സ്കൂളിൽ പോയി അറ്റൻഡ് ചെയ്യുന്നത്? ഒരാളോട് മാത്രമല്ല, എല്ലാരോടും കൂടിയാ പറയുന്നത്. സ്കൂളിൽ നിങ്ങൾ പോയിരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. ഒരു അരമണിക്കൂർ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ലേ നിങ്ങളെ കൊണ്ട്? തേജസ്വരൂപ് പറഞ്ഞ എന്താണ് ലാൻഡ് ബേർഡിന്റെ പ്രത്യേകത? ഞാൻ പറഞ്ഞതുപോലെ കേട്ടോ നോക്കട്ടെ. എന്താണ് ലാൻഡ് ബേർഡിന്റെ പ്രത്യേകത? കേക്കട്ടെ, അൺമ്യൂട്ട് ചെയ്തേ മൈക്ക്. ലാൻഡ് ബേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ലാൻഡ് ബേർഡ് എന്ന് പറഞ്ഞ? എത്ര ടൈപ്പ് ഓഫ് ബേർഡ്സ് ടീച്ചർ പഠിപ്പിച്ചു? അത് ഓർമ്മയുണ്ടോ? അവര് ജീവിക്കുന്ന സ്ഥലത്തിനെ ബേസ് ചെയ്ത്. എന്താണ്? അതല്ല ഞാൻ ചോദിച്ചത്. എത്ര ടൈപ്പ് ഓഫ് ബേർഡ്സ്, അവരെവിടെയാണ് താമസിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ട് എത്ര ടൈപ്പ് ഓഫ് ബേർഡ്സ് ഞാൻ പഠിപ്പിച്ചു? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതല്ലേ? ഓർമ്മയുണ്ടോ? എന്താണ്? വാട്ടർ ബേർഡ്സ്. പിന്നെ എന്താണ്? പിന്നെ പറഞ്ഞ കൂടെ. ബേർഡ്സ് ദാറ്റ് ലീവ്സ് ഓൺ ട്രീസ് ആണോ? അപ്പൊ ലാൻഡ് ബേർഡ്സിന്റെ പ്രത്യേകത എന്താണ്? ലാൻഡ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ എവിടെ കാണുന്ന ബേർഡ്സ് ആണ്? എന്താണ് അവരുടെ പ്രത്യേകത? എന്താണ് ലാൻഡ് ബേർഡ്സിന്റെ പ്രത്യേകത? എന്താണ്? ഇപ്പൊ ഇവിടെ പറഞ്ഞായിരുന്നല്ലോ, കേട്ടോ? ശ്രദ്ധിച്ചോ? ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ലാൻഡ് ബേർഡ്സ് കനോട്ട് ഫ്ലൈ ആണോ? ലാൻഡ് ബേർഡ്സിന്റെ എക്സാമ്പിൾ എന്താ ഞാൻ പറഞ്ഞു തന്നെ കേക്കട്ടെ. പറക്കാൻ കഴിവില്ലാത്ത പക്ഷികൾ ഏതൊക്കെയായിരുന്നു? പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഫോട്ടോ കാണിച്ചു തന്നില്ലേ? ഒരു ഏറ്റവും ഹെവി ആയിട്ടുള്ള ബേർഡ് ഏതായിരുന്നു? ഏറ്റവും ഹെവി ആയിട്ടുള്ള ബേർഡ്, വെയിറ്റ് കൂടിയ ബേർഡ് ഏതായിരുന്നു? ഓസ്ട്രിച്ച്, ഒട്ടകപക്ഷി ആണോ? അപ്പൊ ലാൻഡ് ബേർഡ്സിന്റെ പ്രത്യേകത എന്താണ് തേജസ്വരൂപ്? ഒന്നുകൂടെ പറഞ്ഞേ. They cannot fly. കാരണം അവർക്ക് ബോഡി വെയിറ്റ് കൂടുതലാണ്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടല്ലോ. മ്യൂട്ട് ചെയ്തോളൂ. പിന്നെ നമ്മള് ഡിഫറെന്റ് ബോഡി പാർട്സ് ഓഫ് ബേർഡ് കണ്ടു അല്ലെ? എന്തൊക്കെയായിരുന്നു അവർക്ക്? സൂര്യദേവ് എന്തൊക്കെയാണ് ടീച്ചർ പഠിപ്പിച്ചേ? എന്തൊക്കെ ബോഡി പാർട്സ് ഉണ്ട് ബേർഡ്സിന്? ഒന്ന് ഓർക്കുന്നൊക്കെ പറഞ്ഞേ.
2 eyes, a beak, പിന്നെന്താണ്? ചെവിയുണ്ടോ? ചെവിയുണ്ടോ അവർക്ക്? 2 wings, yes, ചെവിയുണ്ടോ? എങ്ങനെയുള്ള ചെവിയാണ്? yes, ചെവിയുടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു? സ്പോട്ട് ആണ് ഉണ്ടാവുക. എക്സ്റ്റേണൽ ഇയർ നമുക്കുള്ള പോലെ ഈ എക്സ്റ്റേണൽ ഇയർ അവർക്ക് ഉണ്ടാവില്ല. ആണോ? പിന്നെ yes, വിങ്സ് കഴിഞ്ഞു. പിന്നെന്താണ്? താഴോട്ട് വരുമ്പോ പിന്നെന്താണ് അവർക്കുള്ളത്? leg, ലെഗ് ഉണ്ട്. leg, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. ബാക്ക് സൈഡിലായിട്ട് എന്താ ഉണ്ടാവുക? പുറകുവശത്ത് tail, ടെയിൽ. ടെയിൽ എന്തിനാണ് സഹായിക്കുക? ടെയിലിന്റെ പ്രത്യേകത എന്താണ്? ടെയിൽ എന്തിനാണ് ബേർഡ്സിനെ സഹായിക്കുന്നത്? ഓക്കെ, സൂര്യദേവ് മ്യൂട്ട് ചെയ്യൂ. ചോദിക്കട്ടെ. വേണ്ട മ്യൂട്ട് ചെയ്യൂ. ബാദുഷ എവിടെയാണ്? ഇവിടെ ഉണ്ടോ? ക്ലാസ്സിലുണ്ടോ? ബാദുഷ ക്ലാസ്സിലുണ്ടോ? അൺമ്യൂട്ട് ചെയ്യൂ. yes, ബാദുഷ ക്ലാസ്സിലുണ്ടോ? ഉറപ്പാണോ? yes, ഉണ്ട്. ആളിവിടെ ഉണ്ട്, അതെനിക്ക് കാണാം. ടെയിലിന്റെ പ്രത്യേകത എന്താ? ടെയിൽ എന്തിനാണ് ബേർഡ്സിനെ സഹായിക്കുന്നത്? ടെക്സ്റ്റ് ഒന്നും നോക്കണ്ട. ഞാൻ എല്ലാരും ടെക്സ്റ്റ് അടച്ചു വെച്ചേ. ഞാൻ നിങ്ങളോട് ആരോടും ടെക്സ്റ്റ് തുറക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാരും ടെക്സ്റ്റ് അടച്ചു വെച്ചേ. കേക്കട്ടെ. ടെയിൽ എന്തിനാണ് ബേർഡ്സിനെ സഹായിക്കുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? yes, കേക്കട്ടെ. പറക്കാൻ, പറക്കാനാണ്. അപ്പൊ അതിന്റെ വിങ്സ് എന്തിനാ സഹായിക്കുന്നത്? ഇതിന്റെ ചെറുകൾ പിന്നെ എന്തിനാണ് വെച്ചിരിക്കുന്നത്? നമുക്ക് പറഞ്ഞ എടുത്തു കളഞ്ഞേക്കാം അല്ലെ? രണ്ടിന്റെ ആവശ്യമില്ലല്ലോ. അല്ലേ? ഇടിയല്ല, ഇവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ചിരിച്ചോണ്ടിരിക്കരുത് അവിടെ, കേട്ടോ. ആൻസർ പറയൂ. എയ്റോപ്ലെയിന്റെ പുറകില് ടെയിലുണ്ട്. എന്തിനാണ് അവരെ സഹായിക്കുന്നത്? ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ കഴിഞ്ഞ ക്ലാസ്സില്? ആണോ? കേക്കട്ടെ. അമ്മ അവിടെ മിണ്ടായിരുന്നാ മതി. അമ്മയുടെ നോക്കൊന്നും വേണ്ട അവിടെ, കേട്ടോ. വാല്, പക്ഷികളുടെ വാല് എന്തിനാണ് അതിനെ സഹായിക്കുന്നത്? പറക്കാനോ? ഓക്കെ, ഞാൻ പറഞ്ഞു. ഇപ്പം പറക്കാൻ ചിറക് പിന്നെ എന്തിനാണ്? പറക്കാനാണോ? അപ്പൊ പിന്നെ വാലെന്തിനാണ്? എന്തിനോ വെച്ചിരിക്കുന്നത്. എനിക്ക് ഇതിനെ പറ്റിയൊന്നും ഒരു അറിവില്ല അല്ലെ മിസ്? അല്ല ബാദിഷ, അത് എന്തിനെങ്കിലും ആയിക്കോട്ടെ. പക്ഷികൾ വാല് വെക്കുകയോ ചിറവ് വെക്കുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെയാണോ? എവിടെയാണ്? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. ബാദുഷ ഇവിടെ ഉണ്ട്, പക്ഷെ ആളിവിടെ ഇല്ല. അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ എവിടെയോ ഇങ്ങനെ അലഞ്ഞു കിടക്കുകയാണ്. ഓക്കെ, റൈസ പറഞ്ഞേ. എല്ലാവരും ഹാൻഡ് ഓവർ ചെയ്തേ. ടീച്ചർ ചോദിക്കുന്നത്. ഇവിടെ കുറെ പേര് മിണ്ടായിരിക്കുന്നത്. ചേഞ്ച് ദ ഡയറക്ഷൻ. എന്താണ് ബാദുഷ ചേഞ്ച് ദ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ പറയുന്നത് അവിടെ ഞാൻ കേട്ടു. എന്താണ് ചേഞ്ച് ദ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ? ചേഞ്ച് ദ ഡയറക്ഷൻ ബൈ ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളല്ലേ. ക്ലാസ് 3 ആയ ഒരു കുട്ടിക്ക് ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടൊന്ന് ആലോചിച്ച് പറഞ്ഞേ. ചേഞ്ച് ദ ഡയറക്ഷൻ വൈൽ ഫ്ലൈയിങ്. അമ്മയെ നോക്കണ്ട. ചേഞ്ച് ദ ഡയറക്ഷൻ വൈൽ ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിശ. ഡയറക്ഷന്റെ മലയാളം എന്താ? ഡയറക്ഷന്റെ മലയാളം എന്താണ്? ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചിന്റെ മലയാളം എന്താ? ചേഞ്ചിന്റെ മലയാളം
Matter. അമ്മ അവിടെ ഇരുന്ന് പറയല്ലേ. അമ്മ ഒന്ന് അവിടുന്ന് ഒന്ന് കുറച്ചു നേരം ഒന്ന് മിണ്ടായിരിക്കുവോ? ഇതിപ്പോ രണ്ടുപേരും പറഞ്ഞ അനുസരിക്കുന്നില്ലല്ലോ. ചേഞ്ച് എന്ന് പറഞ്ഞ എന്താണ്? Change the direction. ദിശ മാറ്റുക ആണോ? Yes. ആണ്. എപ്പോഴാണ് ദിശ മാറ്റുന്നത്? വൈൽ ഫ്ലൈയിങ് എന്ന് പറഞ്ഞ എന്താ? ഫ്ലൈയിങ് എന്ന് പറഞ്ഞ എന്താ? പറക്കുക. ആകാശത്തു കൂടെ പറക്കുന്ന സമയത്ത് പക്ഷികൾക്ക് ദിശ മാറ്റണം എന്നുണ്ടെങ്കിൽ, ഡിറക്ഷൻ മാറ്റണം എന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്ന എന്താണ്? അവരുടെ വാലുകളാണ്. മനസ്സിലായോ ബാദുഷ? ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടല്ലോ. പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണെന്നുള്ള ഓർത്തോണ്ട് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടല്ലോ. ആരാണ് വിളിക്കുന്നേ? അഞ്ചൽ രാജ് എന്താണ്? ഞാൻ ഇപ്പോഴാ മിസ് കേറിയത്. മിസ് ഞാൻ വേറൊരു ഫോണിൽ കേറിയതാ. വേറൊരു ഫോണിൽ കേറിയതാ. അപ്പൊ റേഞ്ച് ഒക്കെ കിട്ടാതെ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ചേഞ്ച് ദ ഡിറക്ഷൻ വൈൽ ഫ്ലൈയിങ്. ടെയിലിന്റെ ഉപയോഗമാണ്. ഇനി നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള പിക്ചർ ഒന്ന് നോക്കാം കേട്ടോ. ആരും ടെക്സ്റ്റ് എടുക്കണ്ട, ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. ആരും ടെക്സ്റ്റ് എടുത്ത് അതിൽ നോക്കിയിരിക്കണ്ട, സ്ക്രീനിൽ നോക്കിയിരുന്നാൽ മതി കേട്ടല്ലോ. ബോഡി പാർട്സ് ഓഫ് എ ബേർഡ്. ബേർഡിന്റെ ഡിഫറെന്റ് ബോഡി പാർട്സ്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് എന്താണ്? ഹെഡ്, തലഭാഗം ഉണ്ട്. ദിസ് ഈസ് ദ ഹെഡ് പാർട്ട്. ഐസ് ഉണ്ട് ഇവിടെ. ഈ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ളത് ഐസ് ആണ്. ബീക്ക്, ചുണ്ടാണ്. ഓക്കെ. വിങ്സ് ചിറകാണ്. പിന്നെ കാലുകളുണ്ട്, ലെഗ്സ്. ആൻഡ് ദിസ് ഈസ് ക്ലോസ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിരൽ മാതിരി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? കോഴിയുടെ ഒക്കെ നിങ്ങൾ കണ്ടു കാണല്ലോ, ഇങ്ങനെ വിരൽ മാതിരിയുള്ള ഭാഗമില്ലേ? അതായത് പത്തി, കൈപ്പത്തി, അല്ല സോറി, കാൽപത്തി എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെയൊക്കെ കൈയും കാലിലെയും കാൽപത്തി, കൈപ്പത്തി എന്ന് പറയില്ല. അതിനാണ് നമ്മൾ ഇവിടെ ക്ലോസ് എന്ന് പറയുക. ദെൻ ലാസ്റ്റ് ബോഡി പാർട്ട് ഈസ് ടെയിൽ. സോ ഇതാണ് നമ്മളുടെ ബേർഡ്സിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഓക്കെ. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊന്ന് വരച്ചിട്ട് ബോഡി പാർട്സ് മാർക്ക് ചെയ്യാം കേട്ടല്ലോ. ബേർഡ്സിനെ ജസ്റ്റ് ഒന്ന്, ബേർഡ്സിന്റെ ഭംഗിയൊന്നും നിങ്ങൾ നോക്കണ്ട, പക്ഷെ ബോഡി പാർട്സ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ബേർഡിനെ വരച്ചിട്ട് വൃത്തിയായിട്ട് ഒരു വലിയ ബേർഡ് വരയ്ക്കുക. എന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓരോ ഭാഗങ്ങളും. ഹെഡ് മാർക്ക് ചെയ്യുക, ഐസ് മാർക്ക് ചെയ്യുക കേട്ടോ. ഇവിടെ ഐസ് കൊടുത്തിട്ടില്ല. യു ക്യാൻ മാർക്ക് ഐസ് ഓൾസോ. പിന്നെ ഈ ഭാഗത്തായിട്ട് ഇയേഴ്സ്, ഈ ഭാഗത്തായിട്ടാണ് വരിക. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ ഇയേഴ്സ് മാർക്ക് ചെയ്യുക. ഓക്കെ. ദെൻ ബീക്ക്, വിങ്സ്, ലെഗ്, then claws and tail. ഓക്കെ. നിങ്ങളുടെ ബുക്കിൽ ഒരു ബേർഡിന്റെ പിക്ചർ വരച്ചിട്ട് ഇത്രയും പാർട്സുകൾ മാർക്ക് ചെയ്യുക കേട്ടോ. Then പിന്നെ നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത് ഓരോരോ, ഒരു മിനിറ്റ്. ഓക്കെ, ബീക്സ് ഇത് കഴിഞ്ഞിട്ടാണ് വരിക അല്ലെ? അടുത്തത് ഫെദേഴ്സ് അല്ലേ നിങ്ങളുടെ ടെക്സ്റ്റില്? ഓക്കെ, ഫെദേഴ്സ്. യെസ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫെദേഴ്സ് ആണ്. ഒരു പക്ഷിയെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ, നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അതിന്റെ ബോഡി മുഴുവൻ തൂവലുകളാൽ കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ പല ടൈപ്പ് ഓഫ് ഫെദേഴ്സ് ഉണ്ട് അവരുടെ ദേഹം നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഫെദേഴ്സ് 3 ടൈപ്പ് ഓഫ് ഫെദേഴ്സ് ഉണ്ട്. ഓക്കെ. They are body feathers,
ഡൗൺ ഫെദേഴ്സ് ആൻഡ് ഫ്ലൈറ്റ് ഫെദേഴ്സ്. ഏത് ഭാഗത്താണോ ഫെദേഴ്സ് കാണപ്പെടുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഫെദേഴ്സിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ബോഡി ഫെദേഴ്സ്, ഡൗൺ ഫെദേഴ്സ് ആൻഡ് ഫ്ലൈറ്റ് ഫെദേഴ്സ്. ഓക്കെ, സോ ബോഡി ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻറ്റയർ ബോഡി, മുകൾ ഭാഗം എന്ന് വേണമെന്ന് ഉദ്ദേശിക്കാം. ഒരു ബേർഡിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഇപ്പൊ ക്രോ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇതൊരു ക്രോന്റെ പിക്ചറാണ്. ഓക്കെ, ഇതൊരു ക്രോ ഉണ്ട്, പാരറ്റ് ഉണ്ട്. അപ്പൊ ബോഡി ഫെദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത്, ഇത്രയും ഭാഗത്ത് കാണപ്പെടുന്ന ഫെദേഴ്സ്, ഇതാണ് നമ്മളുടെ ബോഡി ഫെദേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു മുകൾ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷിയെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന ഫെദേഴ്സ്, ഇപ്പൊ ക്രോവിന്റെ ആണെങ്കിൽ ഇത്രയും ഭാഗത്ത്, ഇത്രയും മുകൾ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഫെദേഴ്സിനെയാണ് നമ്മൾ ബോഡി ഫെദേഴ്സ് എന്ന് പറയാം. ഒരു പക്ഷിയുടെ അടിഭാഗം, ശരീരത്തിന്റെ അടിഭാഗത്തായിട്ട് കാണപ്പെടുന്നതിനെയാണ് ഡൗൺ ഫെദേഴ്സ് എന്ന് പറയാം. പിന്നെ ടെയിലിൽ കാണുന്ന ഫെദേഴ്സിനെയാണ് ഫ്ലൈറ്റ് ഫെദേഴ്സ് എന്ന് പറയുക. മനസ്സിലായല്ലോ? ബോഡിയുടെ മുകളിൽ കാണുന്ന ഫെദേഴ്സിനെ ബോഡി ഫെദേഴ്സ് എന്ന് പറയും. ശരീരത്തിന്റെ അടിഭാഗത്ത് കാണപ്പെടുന്നതിനെ ഡൗൺ ഫെദേഴ്സ് എന്ന് പറയും. ടെയിലില്, വാലില് കാണപ്പെടുന്ന ഫെദേഴ്സിനെ ഫ്ലൈറ്റ് ഫെദേഴ്സ് എന്നും പറയും. അപ്പൊ ഓരോന്നിനും ഓരോരോ ഉപയോഗങ്ങളായിരിക്കും. അപ്പൊ ഫ്ലൈറ്റ് ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടെയിലിൽ കാണുന്ന ഫെദേഴ്സ് ആയതുകൊണ്ട് അവർക്ക് എന്താണ്, അവർക്ക് പറക്കാനുള്ള ആ ഒരു കഴിവ് കൊടുക്കുന്നത് അതിലുള്ള ഫെദേഴ്സും കൂടെ ചേർത്തിട്ടാണ്. ടെയിലിലുള്ള ഫെദേഴ്സും അതുപോലെ വിങ്സിലുള്ളതും ചിറകിലുള്ള ഫെദേഴ്സും രണ്ടും കൂടെ ചേർന്നതാണ് ഫ്ലൈറ്റ് ഫെദേഴ്സ്. ഓക്കെ, അപ്പം ഇതിന് ഷേപ്പിന് കുറച്ച് വ്യത്യാസമുണ്ട്. ഓരോ ഫെദേഴ്സ് നോക്കിക്കേ, ഇവിടെയുള്ള ഫെദേഴ്സ് നോക്കിക്കേ. ആരാണ് അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ബബിത, പ്ലീസ് അൺമ്യൂട്ട് ദ മൈക്ക്. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, ഓരോരോ ഫെദേഴ്സിനും ഷേപ്പ് വ്യത്യാസമുണ്ട്. കാണുന്നുണ്ടല്ലോ? ഫ്ലൈറ്റ് ഫെദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിങ്സിലും ടെയിലും ഉള്ള ഫെദേഴ്സിന് നീളം കൂടുതലായിരിക്കും, പരന്നായിരിക്കും കാണപ്പെടുക. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ബേർഡ്സോ എന്താണ് പാരറ്റോ അല്ലെങ്കിൽ ലവ് ബേർഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കയ്യിലെടുത്തിട്ട് ഉള്ളവരെ നോക്കുക. ഓക്കെ, വീട്ടിലുള്ളവര് ഒന്ന് ശ്രദ്ധിക്കുക. ഓരോരോ ഫെദേഴ്സിനും ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഫ്ലൈറ്റ് ഫെദേഴ്സിന് നീളം കൂടിയിട്ട് എന്താണ് പരന്നിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് അവർക്ക് പറക്കാനുള്ള, ഈ ചിറകിലും വാലിലും ഉള്ള ഫ്ലൈറ്റ് ഫെദേഴ്സ് അവർക്ക് പറക്കാൻ സഹായിക്കുന്നത്. പരന്നിട്ട് നീളം കൂടിയിട്ടുണ്ടാവും. ഡൗൺ ഫെദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബേർഡ്സിനെ ഒക്കെ പിടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, അടിയിലുള്ള ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്ലഫി ആയിരിക്കും. അതായത് എന്താണ്, ഇങ്ങനെ സോഫ്റ്റ് ആയിരിക്കും, കുറച്ച് ഇങ്ങനെ വീർത്തിരിക്കുന്ന മാതിരി നമുക്ക് തോന്നും. അവരുടെ ബോഡിയുടെ അടിയിലുള്ള ഫെദേഴ്സ് ഒന്ന് തൊട്ട് നോക്കി അറിയാം, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അടിയിലുള്ളത് കുറച്ച് നല്ല ഈ എന്താണ്, ഈ പഞ്ഞി കൊണ്ടുള്ള ഡോൾസ് ഒക്കെ ഉണ്ടാവില്ല, അത് തൊടുന്ന മാതിരി ഉണ്ടാവും ബേർഡ്സിന്റെ അടിഭാഗം നമ്മൾ തൊടുമ്പോൾ. ഓക്കെ, സോ സോഫ്റ്റ് ആയിരിക്കും, കുറച്ച് ഫ്ലഫി ആയിരിക്കും, കുറച്ച് ഇങ്ങനെ വീർത്തിരിക്കുന്ന മാതിരി നമുക്ക് തോന്നും. ഓക്കെ, അങ്ങനെയുള്ള ഫെദേഴ്സ് ആണ് ബോഡിയുടെ അടിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ അതിന്റെ ഷേപ്പിലും വ്യത്യാസമുണ്ട്. കണ്ടോ? ഈ ഫ്ലൈറ്റ് ഫെദേഴ്സിന്റെ ഷേപ്പ് മാതിരി ആവില്ല ബോഡി ഫെദേഴ്സിന്റെ ഷേപ്പ്. പിന്നെ ഡൗൺ ഫെദേഴ്സിന്റെ ഷേപ്പ്. ഡൗൺ ഫെദേഴ്സിന്റെ ഷേപ്പ് അല്ല ബോഡി ഫെദേഴ്സിന്, കുറച്ച് നീളം കുറവായിരിക്കും അല്ലെ? നോക്കിക്കുക, വ്യത്യാസമല്ലേ? ഇതിനേക്കാളും വ്യത്യാസമുണ്ട്. നീളം കുറഞ്ഞിട്ടുള്ള ഫെദേഴ്സ് ആണ് എന്താണ്, മുകളിലുള്ള ഫെദേഴ്സ്, ബോഡിയുടെ മുകൾ ഭാഗത്തുള്ള ഫെദേഴ്സ്. അപ്പൊ ഈ ഫെദേഴ്സ് എന്താണ് ചെയ്യുന്നത്? ബേർഡ്സിന്റെ എന്താണ്, ഫുൾ ബോഡിയെ കവർ ചെയ്തിട്ട് അവരുടെ ബോഡിയെ വാം ആയിട്ട്, അതായത് കുറച്ച് ചൂടായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ ബോഡി കവർ ചെയ്തിരിക്കുന്ന സ്കിൻ കൊണ്ടാണ് അല്ലെ? നേർത്ത തൊലി കൊണ്ടുണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബേർഡ്സിന്റെ ഔട്ടർ ബോഡി പാർട്സിൽ എന്താണ് കാണാൻ പറ്റുക? തൂവലാണ് കാണാൻ പറ്റുക. അപ്പൊ അവരുടെ ബോഡിയെ എന്താണ്, വാം ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഫെദേഴ്സ് ആണ്. അപ്പോ എവിടെയാണ് കാണപ്പെടുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഫെദേഴ്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബോഡി ഫെദേഴ്സ്, മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന ഫെദേഴ്സ്. ഡൗൺ ഫെദേഴ്സ്, ശരീരത്തിന്റെ അടിയിൽ കാണപ്പെടുന്ന, ആ പേരിൽ തന്നെ ഉണ്ട്, ബോഡി ഫെദേഴ്സ് അപ്പർ പാർട്ട്. ഡൗൺ ഫെദേഴ്സ്, അടിഭാഗത്ത് കാണപ്പെടുന്ന ഫെദേഴ്സ്. ഫ്ലൈറ്റ് ഫെദേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ചെയ്യുക, ഫ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എവിടെയാണ് കാണുക? ടെയിലും വിങ്സിലും ആണ് നമ്മൾക്ക്
ഫ്ലൈറ്റ് ഫെദേഴ്സ് കാണുക. ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? യെസ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. എവിടെയാണ് ഫ്ലൈറ്റ് ഫെദേഴ്സ് കാണുക? എവിടെയാണ് നമുക്ക് ഈ പാരറ്റിനെ എടുക്കാം? ബോഡി ഫെദേഴ്സ് എവിടെയാണ് കാണുക? മുകൾ ഭാഗത്തായിട്ട്. ഓക്കെ, ഈ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു ഫെദേഴ്സ് ആണ് നമ്മൾക്ക് ബോഡി ഫെദേഴ്സ് എന്ന് പറയാ. ഈ ബോഡിയുടെ അടിഭാഗത്ത് കാണുന്നതാണ് ഡൗൺ ഫെദേഴ്സ് എന്ന് പറയുന്നത്. ഈ ടെയിലിലും അതുപോലെ ഇവിടെ ആയിരിക്കുമല്ലോ ചിറക്, ഇവിടെയും കാണപ്പെടുന്ന നീളത്തിലുള്ള ഫെദേഴ്സ് ആണ് നമ്മൾക്ക് എന്ത് പറയാ? ഫ്ലൈറ്റ് ഫെദേഴ്സ് എന്ന് പറയാ. അപ്പൊ ചിറക് ഭാഗത്തൊക്കെ നോക്കുമ്പോ തന്നെ നമുക്കറിയാം നീളം കൂടിയ ഫെദേഴ്സ് ആയിരിക്കും. നീളം മറ്റും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫെദേഴ്സ് അല്ല, നീളം കൂടിയ പരന്നിരിക്കുന്ന ഫെദേഴ്സ് ആയിരിക്കും വാലിലും അതുപോലെ ചിറകിലും നമുക്ക് കാണാൻ സാധിക്കുക. ഒരു മിനിറ്റ്. യെസ്. മനസ്സിലായല്ലോ? ഡിഫറെന്റ് ഫെദേഴ്സ് എല്ലാവർക്കും കിട്ടിയോ? എനി ഡൗട്ട്? ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? യെസ്. ഇനി എങ്ങനെയാണ് ഒരു ബേർഡ് ഫ്ലൈ ചെയ്യുന്നത്? ഓക്കെ, ഫ്ലൈറ്റ് ഓഫ് എ ബേർഡ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചു ചിറകുകളുടെ സഹായത്തോടു കൂടിയാണ് ബേർഡ്സ് ഫ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ വിങ്സ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ചിറകില് മസിൽസ് ഉണ്ട്. നമുക്കറിയാം ഹ്യൂമൻസ് കൈയും കാലും ഒക്കെ അനക്കുന്നത് മസിൽസിന്റെ ഹെൽപ്പോടു കൂടിയാണ്. അതുപോലെ തന്നെയാണ് ബേർഡ്സ്, അവരുടെ വിങ്സില് എന്താണുള്ളത്? മസിൽസ് ഉണ്ട്. ആ മസിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലൈറ്റ് മസിൽസ് ആണ്. അപ്പൊ ഈ വിങ്സിൽ ചിറകിലുള്ള മസിൽസ് ബോഡിയായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ മസിൽസ് ഇങ്ങനെ എന്താണ്? ഫ്ലാപ്പ് ചെയ്യാന്ന് പറഞ്ഞാലാണ് ചിറകിട്ട് ഇങ്ങനെ അടിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? പക്ഷികൾ പറക്കുന്നത് എങ്ങനെയാണ്? ചിറകിട്ട് ഇങ്ങനെ അടിച്ചടിച്ചിട്ടാണ് പറക്കുന്നത്. അപ്പൊ ആ മസിൽസ് ആണ്, ഫ്ലൈറ്റ് മസിൽസ് ആണ് പക്ഷികളെ പറക്കാൻ അല്ലെങ്കിൽ അവരുടെ ചിറകിങ്ങനെ അടിപ്പിക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്നത്. ഓക്കെ, സോ ഏതൊക്കെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്? ഫ്ലൈറ്റ് ഫെദേഴ്സ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫ്ലൈയിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ ഫ്ലൈറ്റ് മസിൽസ് ഓൾസോ helps them to fly. Both flight muscles and flight feathers helps the bird to fly high. മുകളിലേക്ക് പറക്കാനും തിരിച്ച് ലാൻഡിലേക്ക് ലാൻഡ് ചെയ്യാനും അവരെ സഹായിക്കുന്നത് എന്താണ്? ഫ്ലൈറ്റ് മസിൽസും ഫ്ലൈറ്റ് ഫെദേഴ്സും രണ്ടും കൂടെ ജോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഫെദേഴ്സ് മാത്രമല്ല, അവർക്ക് മസിൽസും കൂടെ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ ഈ ഫ്ലൈറ്റ് മസിൽസ് എവിടെയാണ് കാണുന്നത്? ഫെദേഴ്സിലാണ് കാണപ്പെടുക. അത് ബോഡിയായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ഫെദേഴ്സ് അവരുടെ ബോഡിയായിട്ട് നമ്മൾ കണ്ടിട്ടില്ല, അവരുടെ ചിറകുകൾ ബോഡിയായിട്ട് അറ്റാച്ച്ഡ് ആണ്. അപ്പൊ അതുപോലെ തന്നെ മസിൽസും അവരുടെ ബോഡിയായിട്ട് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ബോഡി. ഓക്കെ, പിന്നെ രണ്ട് ടൈപ്പ് ഓഫ് പറക്കലുണ്ട്. പറക്കലിന്റെ സ്റ്റൈല് രണ്ട് സ്റ്റൈൽ ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് അപ്സ്ട്രോക്ക് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഡൗൺ സ്ട്രോക്ക്. ഓക്കെ, അപ്സ്ട്രോക്കിൽ എന്താണ് സംഭവിക്കുക? ബേർഡ് തന്റെ വിങ്സ് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ അടിക്കും. ചിറകടിക്കുന്നത് മുകളിലേക്കും താഴേക്കും. ഓക്കെ, വിങ്സ് വിത്ത് ആൻ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ, മുകളിലേക്കും താഴേക്കും ഇങ്ങനെ പറക്കും. ഓക്കെ, സോ അതെന്താണ്? അവർക്ക് ബേർഡിനെ പറക്കാൻ സഹായിക്കുന്നതാണ്. അതേസമയം ഡൗൺ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷികൾ ഇങ്ങനെ ചിറകിങ്ങനെ വിരിക്കും. ഓക്കെ, എന്നിട്ട് താഴോട്ടും മുകളിലേക്കും എന്താണ്? ഇങ്ങനെ അടിക്കും. മറ്റതെന്ന് പറഞ്ഞാൽ ചിറക് ഇങ്ങനെ വിരിക്കുന്നില്ല, മുകളിലേക്കും താഴേക്കും ഇങ്ങനെ അങ്ങനെ ചിറക് അടിച്ചടിച്ചടിച്ച് അവര് മുകളിലേക്ക് പറക്കുക. അതേസമയം ഡൗൺ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിറകുകളെ ഇങ്ങനെ വിരിക്കും. ഫസ്റ്റ് they will stretch its wings. Okay, then pushes them downward and forward. മുമ്പിലേക്കും പുറകിലേക്കും ഇങ്ങനെ ഫ്ലൈ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഞാനൊന്ന് തപ്പിയെടുക്കാം കേട്ടോ. നാളെ നിങ്ങളെ ഫ്ലൈറ്റ് ഓഫ് എ ബേർഡ് അപ് സ്ട്രോക്ക് ആൻഡ് ഡൗൺ സ്ട്രോക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ.
അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഞാൻ പറയുന്നതിനൊക്കെ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിക്കേ, ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള പിക്ചർ ഒന്ന് നോക്കിക്കേ. അതായത് അപ്സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വിങ്സ് എന്താണ് അപ്പും, ഇത് അപ്പ് പൊസിഷനാണ് ഇപ്പൊ ഇരിക്കുന്നത്, ഡൗൺ പൊസിഷൻ മുകളിലേക്കും താഴേക്കും അത് തന്റെ ചിറക് ഇങ്ങനെ അടിക്കും. അതാണ് അപ്സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡൗൺ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം അവര് ചിറകു വിരിക്കും, വിരിച്ചു കഴിഞ്ഞിട്ട് മുകളിലേക്കും താഴേക്കും അവര് ഇങ്ങനെ എന്താണ് വിങ്സിനെ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ അവർക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഡൗൺ സ്ട്രോക്ക് അവരെ സഹായിക്കുന്നത്. അപ്സ്ട്രോക്ക് എന്തിനാണ് സഹായിക്കുന്നത്? മുകളിലേക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ ആ പേരിൽ തന്നെയുണ്ട് അപ്സ്ട്രോക്ക് ആൻഡ് ഡൗൺ സ്ട്രോക്ക്. അപ്സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലേക്ക് പറക്കാൻ വേണ്ടിയിട്ടാണ് അവരെ സഹായിക്കുന്നത്. അതേസമയം ഡൗൺ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? താഴേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ സഹായിക്കുന്നത്. ഓക്കെ, പക്ഷികള് നിലത്തിൽ നിന്ന് പറന്ന് മുകളിലേക്ക് പൊങ്ങും, അതിനുശേഷം അവർക്ക് താഴോട്ട് ഇറങ്ങണമല്ലോ. അപ്പോൾ അപ്സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലേക്ക് പറക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഡൗൺ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? താഴേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പൊ രണ്ടിലും ചിറകിന്റെ രീതിയിൽ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് വണ്ണില് അവര് ചിറക് വിരിക്കുന്നില്ല, ചിറക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അടിക്കുന്നത് മാത്രമേ ഉള്ളൂ. മുകളിലേക്കും താഴേക്കും ഇങ്ങനെ അടിക്കും, അപ്പൊ അവര് മുകളിലേക്ക് പൊങ്ങും. അതിനുശേഷം താഴേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അവർ എന്താ ചെയ്യുക? ആദ്യം ചിറകുകൾ ഇങ്ങനെ ഫുള്ളായിട്ട് വിരിക്കും, വിരിച്ചു കഴിഞ്ഞിട്ട് താഴേക്കും മുകളിലേക്കും ആയിട്ട് അടിക്കുമ്പോൾ അവർക്ക് താഴേക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കും. അതാണ് അപ്സ്ട്രോക്ക് ആൻഡ് ഡൗൺ സ്ട്രോക്കിന്റെ വ്യത്യാസം. ഓക്കെ, നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുമോ നോക്കാം. വീഡിയോ കൂടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, നാളെ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോഡി ഫെദേഴ്സ് പഠിച്ചു, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലൈറ്റ്സ് പഠിച്ചു. ഓക്കെ, 3 type of body feathers, feathers, body feathers, down feathers and flight feathers, and 2 type of flying, upstroke and downstroke. Okay, ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.